നമസ്കാരം. കോമഡി മസാലയുടെ ഒരു പുത്തൻ ചിരിക്കൂട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട ഓഡിയൻസിനെ ഇന്നത്തെ ഈ ഷോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നെൽസൺ ചൂരനാട് ആൻഡ് ഉല്ലാസ് പന്തളം. രണ്ടുപേർക്കും സ്വാഗതം കോമഡി മസാലയുടെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക്. നെൽസേട്ടാ, എന്താണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇങ്ങനെ പോകുന്നു. മഴയൊക്കെ ആയിരുന്നു. നമ്മൾ ഇന്ന പ്രാവശ്യം പറയും മഴ തീരട്ടെ. മഴ തീർന്നിട്ട് ഇനിയിപ്പോ ഓണക്കാലമായിട്ട് വേണം വേറെ മാറ്റി പറയാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നും പതിവ് പോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ട്, കോമഡി സ്കിറ്റ് ഉണ്ട്, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പതിവ് കലാപരിപാടികളെല്ലാം ഇവിടെ ഉണ്ട്. വൺ മാൻ ഷോയിൽ വരുന്ന ആരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആൾക്കാരാണ്. അല്ല, മിക്കവരെയും തന്നെ നിങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് വലിയ കൗതുകം തോന്നുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് ഭയങ്കര കൗതുകമുള്ള കാര്യമാണ്. അപ്പൊ വെരി ഗുഡ്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യല്ലേ? അടുത്തതായിട്ട് സ്കിറ്റുമായിട്ട് വേദിയിലേക്ക് എത്തുന്ന ടീമാണ് ടീം 4 സ്റ്റാർസ്. ഹലോ ഹലോ, പറഞ്ഞോ. കല്യാണം നടക്കൂലേ? പെണ്ണിന്റെ അച്ഛൻ മരിച്ചെന്നാ? എടാ, ഏതെങ്കിലും വേട്ടാവളിയെ പിടിച്ച് പെണ്ണിന്റെ അച്ഛനാക്ക്, എന്നിട്ട് കല്യാണം അങ്ങ് നടത്ത്. എടാ, ബ്രോക്കർ ഫീ ഞാൻ തിരിച്ചു തരൂല്ലേ, നിങ്ങൾ എങ്ങനെ നടത്താൻ നോക്കൂ. ശരി. കല്യാണം നടത്താൻ പറഞ്ഞ പാട്. കൃഷ്ണപിള്ള അദ്ദേഹം നിന്റെ അച്ഛൻ അല്ല, പിന്നെ എന്റെ അച്ഛന്റെ പേര് കൃഷ്ണപിള്ള എന്നല്ലേ? ആടെ പഴയ പേര് വിളിച്ചത്? പഴയ പേര് വിളിച്ചത് നിങ്ങളെ പേര് കൃഷ്ണപിള്ള എന്നല്ലേ? അത് മെനഞ്ഞാന്ന് ഉച്ചവരെ ഉച്ചയ്ക്ക് എന്റെ പേരങ്ങ് മാറ്റി. എടാ, നമ്മൾ പെണ്ണ് കാണുമ്പോൾ പെണ്ണ് ചോദിച്ചു എന്താ പേര്? കൃഷ്ണപിള്ള കുഞ്ഞു കറുപ്പ്. അത് പെണ്ണ് പറഞ്ഞാൽ കളഞ്ഞിട്ട് പോകും. അതുകൊണ്ട് എന്റെ പേരൊന്ന് ഞാൻ ഫ്രീക്കനാക്കി. ഇപ്പോഴത്തെ പേരെന്താ? ബിബീഷ്, കബീഷ്. അതാണ് ഈ മുഖത്തിന് ചോദിച്ച പേര്. 10,000 രൂപ. അതെങ്ങനെ 10,000 രൂപ? എന്റെ ബ്രോക്കർ ഫീ 20,000 രൂപയല്ലേ? എന്നെ കളിയാക്കില്ലടാ. അത് ഞാൻ 10,000 രൂപ കട്ട് ചെയ്യും. ബിബീഷ് കെ, അതാണ് സാറിന് ചോദിച്ച പേര്. കെ എന്ന് പറയുന്നത് ഈ കബീഷിന്റെ കെ ആണ്. ബിബീഷ് കിടിലം കെ. കിടിലം? ഇവിടെ ഞാൻ കിടിലോടെ. പിന്നല്ലാതെ സൂപ്പർ. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ല ഞാൻ വീണ്ടും ഒരു കല്യാണത്തിന് തയ്യാറാണ്. ഞാൻ പോണ്. നീ എവിടെ പോണ്? നിങ്ങൾക്ക് താല്പര്യമില്ലെന്നല്ല പറഞ്ഞു. താല്പര്യമുണ്ട്. അമ്മച്ചിയുടെ താല്പര്യമുണ്ട്. ഇങ്ങോട്ട് വാ. നിനക്കറിയാലോ, എന്റെ രാധാമണി എന്നെ വിട്ട് പോയതിനു ശേഷം മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ഞാൻ എന്നെ വരെ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പൊ നിങ്ങൾ രണ്ടാമത് കെട്ടിയതാ? ലീലാമണിയെ കാണുന്നത് വരെ. അതാരെ ലീലാമണി? രാധാമണിയുടെ അനിയത്തി. പക്ഷെ അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ ആ ലീലാമണി ഈശ്വരൻ വിളിച്ചോണ്ട് പോയടാ. എന്റെ പൊന്ന് ബിബീഷ് കെ, ഈശ്വരൻ നല്ലവരൊക്കെ നേരത്തെ പിടിക്കാൻ എനിക്ക് അറിയേണ്ട കാര്യം എന്തുവാ? നീ ഇത് ഏത് ഈശ്വരന്റെ കാര്യമാടാ പറയുന്നത്? കിഴങ്ങ ഈശ്വരൻ. ആ ഈശ്വരനാണ് ചായക്കടത്തിൽ ഈശ്വര പിള്ള. അവൻ്റെ ഇറങ്ങി ഓടിയുള്ളൂ. അന്ന് ഞാൻ തീരുമാനിച്ചു, എന്റെ രാധാമണിയുടെ സ്ഥാനത്ത് ഇനി ആരെയും കിട്ടൂലേ? ആര് വേണമെങ്കിലും പ്രതിഷ്ഠിക്കാം. അങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്ന് പെണ്ണ് കാണാൻ പോണ പെണ്ണിന്റെ ഫോട്ടോ വാട്സാപ്പിൽ അയച്ചായിരുന്നു. കിട്ടിയായിരുന്നോ? കിട്ടിയടേ. എന്തോന്ന് ഫോട്ടോ? അതല്ല ഞാൻ അയച്ചത്. സൂപ്പർ ഫോട്ടോ. പൊന്നളിയാ, ഞാൻ ഇന്നലെ രാത്രി ഫോട്ടോ കണ്ടോണ്ടിരുന്ന വെളുക്കുന്നത് വരെ ഫോട്ടോ നോക്കിണ്ട്. അപ്പൊ കട്ടപ്പുളു ഈ മുഖം എങ്ങനെ വെളുക്കാൻ? എടാ കിഴങ്ങ, അതല്ല പറഞ്ഞത്. നേരം വെളുക്കുന്നവരെ ഫോട്ടോ ഞാൻ കണ്ടോണ്ടിരുന്നടാ. സത്യം, ആ ഫോട്ടോ കണ്ടോണ്ടിരുന്നപ്പോ എന്താ അടിമാണിച്ചെന്ന് ഒരുമാതിരി ഒരു കിടുകിടുപ്പും വെപ്രാളവും ആക്രാന്തവും മറ്റേ അനാശാസ്യം. അതൊരു ഫ്ലോയിൽ കയറി വന്ന് അതിൽ പിടിച്ച് തൂങ്ങാതെ ഞാൻ പറയുന്നേക്ക്. പക്ഷെ എനിക്ക് ചെറിയ ഡൗട്ട്, പെണ്ണ് മോഡേനാണല്ലോ? അല്ല, നാടേനാ. അല്ല, മോഡേനാണ്. നാടേനാണെന്ന് അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ചെറുക്കൻ അയച്ചു കൊടുക്കണം. നിങ്ങൾക്ക് തെറ്റി. വേറെ ഫോട്ടോ ആയിരിക്കും. സത്യം, ആ ഫോട്ടോ അയച്ചു. ആ ഫോട്ടോ ആണ് ഞാൻ അയച്ചത്. തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചിരുന്നു. നോക്കല്ലേ? അയ്യോ, നോക്കി നോക്കട്ട്. ഞാൻ പോലെ നോക്കിയാൽ ഞാൻ അയച്ച ഫോട്ടോ ആണ്. നോക്കട്ടോ. സൂപ്പർ ഇതാ ഫോട്ടോ. ഓ, ഇത് തന്നെ സൂപ്പർ, അടിപൊളി. ഇത് ഏതൻ തോട്ടത്തിലെ രേഷ്മ. ഇതാ രേഷ്മ? അല്ലാതെ അപ്പൊ പിന്നെ ഇതായിരിക്കും മറിയ. ഇത് സജിനി. ഇത് രോഷ്നി. ഇത് സിന്ധു. ഇത് എന്റെ പൊന്നെ, എന്റെ വീടിന്റെ അടുത്തുള്ള തങ്കമണി ചേച്ചി. 32 GB നിറച്ചു വെച്ചേക്കാണല്ലേ ഫോൺ. ഇതൊക്കെ എങ്ങനെ എന്റെ ഫോണിൽ വന്ന്? അതാണ് എനിക്ക് അറിയട്ടെ എങ്ങനെ വന്ന്. എടാ, ഇപ്പല്ലേ മനസ്സിലായത്. എടാ, നമുക്ക് ഈ സാമൂഹ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ 1-2 ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഗ്രൂപ്പിൽ അങ്ങനെ അറിയാതെ കാര്യം വന്നത്. ഏതാണ് ആ ഗ്രൂപ്പ്? ഇക്കിളിക്കൂട്ടം, പിന്നെ വേറെ കോഴിക്കട ധ്യാന കേന്ദ്രം. പിന്നെ ഇന്ന് രാവിലെ ഒരു ചെറുകണ്ട ഒരു പുതിയൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തട. അതേ ഗ്രൂപ്പ് എണ്ണത്തോണി. സൂപ്പർ. മിക്കവാറും എണ്ണത്തോണി കിടത്തേണ്ടി വരും. അതങ്ങനെയാണ് ഈ പരിപാടി. ഇപ്പൊ നീ കിടത്തിക്കോ, അല്ലാതെ കിളത്തണ്ട. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. ഞാൻ പറഞ്ഞില്ലേ വീണ്ടും ഒരു കല്യാണം കഴിയുന്നു. ഞാൻ പറയുന്നേക്ക്, എന്റെ കൊച്ചിന് ഒരു അമ്മയുടെ സ്നേഹം വേണോടാ. വാത്സല്യം വേണം. ആണല്ലോ, എന്റെ രാധമണി പോയിട്ട് എത്ര കാലമായി. അമ്മ ഇല്ലാത്ത കൊച്ചില്ലടാ. അവനെ എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കും. അമ്മയുടെ സ്നേഹം വേണം. അതിനു വേണ്ടി മാത്രമാണ്
നിങ്ങളെ പിള്ളേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മനസ്സിലായി. ഞാൻ അവൻ്റെ ഫോട്ടോ പോലെ കാണിച്ചു വിട്ടു. ഞാൻ പെണ്ണ് കാണാൻ പോണ കാര്യം അവൻ ഇതുവരെ അറിഞ്ഞില്ല. അതൊരു സസ്പെൻസ് ആയിട്ട് വരും. കാരണം ഫോട്ടോ കണ്ട് ഞാൻ ഇപ്പൊ തന്നെ എനിക്ക് ഈ അമ്മയെ തന്നെ വേണ്ടത് വാശി പിടിച്ചിക്കാരെ അവിടെ പോയിട്ട് കാണിച്ചു കൊടുത്താ. അവിടെ നിന്ന് കാണിച്ചു കൊടുക്കാം. മനസ്സിലായി. നീ എന്റെ പിള്ളേരെ കണ്ടിട്ടില്ല. ഞാൻ വിളിക്കാം. രാവിലെ എവിടെ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ചെറുക്കൻ. ഞാൻ വിളിക്കാം. അല്ല ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. കുട്ടാ, കൊച്ചിന് വല്ല വാങ്ങിച്ചു. കുട്ടപ്പാ, ഒരു മുട്ടായി 5-5 മക്കളെ പാപ്പലു ബുക്കില് മക്കളെ വാവേ. ഇതാര്? ഇതാണ് എന്റെ പാപ്പലു. ഇതാണോ പിള്ള? പിള്ള. എന്താ മക്കളെ ഓ പാല് കൂച്ചായിരുന്ന കുടിച്ച് പാപ്പ തിന്നാ തിന്ന് അച്ഛൻ ഇന്നലെ വാങ്ങിച്ച കിൻഡർ ജോയ് എവിടെ ഞാൻ കഴിച്ച് കഴിച്ചാ? അപ്പൊ കളിപ്പാട്ട് എന്ത് ചെയ്ത്? സൂക്ഷിച്ച് കളഞ്ഞ അടിയാണ്. മക്കളെ ഇങ്ങോട്ട് വാ. അച്ഛൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഇന്ന് അച്ഛൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോകണം കേട്ടോ. ഞാൻ ഇന്ന് വരൂല. ഇന്ന് പോകണം. അച്ഛൻ്റെ കൂടെ ഒരു സ്ഥലം പോകണം. എനിക്ക് മ്യൂസിയം കാണാൻ പോണം. ഇവിടെ മ്യൂസിയത്തിൽ കഴിഞ്ഞ ആഴ്ച പോയതല്ലേ? ഇവിടെ പുതിയ കുരങ്ങനെ കൊണ്ടുവന്നു. അച്ഛൻ ഇവിടെ ഉള്ളപ്പോയാ? വേറെ കുരങ്ങ അതല്ല പറഞ്ഞത്. അച്ഛനും കൂടെ വരാം. പക്ഷെ ഇന്നല്ല, നാളെ. ഇന്ന് നമുക്ക് എനിക്ക് ഇന്ന് തന്നെ പോണം. ഞാൻ നമുക്ക് വേറെ സ്ഥലത്ത് പോകണം. സുമേഷിന്റെ ഒക്കെ പറഞ്ഞു വെച്ചെങ്കിൽ ഞാൻ പോകുന്നു. എടാ ഇന്നൊരു പെണ്ണ് കാണാൻ പോകണമെന്ന്. എനിക്ക് എന്തിന് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇന്ന് നമുക്കൊരു പെണ്ണ് കാണാൻ വേണ്ടി പോകണം കേട്ടോ. അച്ഛൻ്റെ ഒരു കാര്യം അതെ, അടിക്കാതെ. ഇതാണ് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ അങ്ങ് തീരുമാനിച്ചളയും. മക്കളെ ആദ്യം തന്നെ മക്കൾ ഇങ്ങോട്ട് വാ. മക്കൾ സംബന്ധം തന്നെയല്ല ഇങ്ങോട്ടോ. മക്കൾ അറിയാലോ നമ്മളെ വീട്ടിലൊരു പെണ്ണില്ലാത്തതുകൊണ്ട് നാട്ടിലുള്ള ആൾക്കാരെല്ലാം 500 ആണെന്നാണ് എന്നെ വിളിക്കുന്നത്. അത് വേറെയാണ് വിളിക്കുന്നത്. അച്ഛൻ കേൾക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും ആ പേരങ്ങ് മാറ്റണം. മാറ്റണം. ഇപ്പോഴെങ്കിലും ആ നല്ല ബുദ്ധി തോന്നിയല്ല. ഒരു പെണ്ണ് കെട്ടിയാലല്ലേ ഒരു ഉത്തരവാദിത്തമൊക്കെ വരൂ. അതുകൊണ്ട് ഞാനങ്ങ് തീരുമാനിച്ചു, ഒരു പെണ്ണ് നിലവളക്കം പിടിച്ച് വലത് കാല് വെച്ച് ഈ വീട്ടിൽ കയറി വന്നാലേ ഈ കുടുംബത്തിന് ഒരു ഐശ്വര്യമുണ്ട്. അപ്പൊ ഞാനതങ്ങ് ഉറപ്പിച്ചു. നമ്മൾ ഇന്ന് പെണ്ണ് കാണാൻ പോവുകയാണ് കേട്ടോ. അച്ഛന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഓക്കെ മക്കളെ. ഞാനായിട്ട് ഇനി ഒന്നിനും എതിരെ നിൽക്കുന്നില്ല. നീ എതിരെ നിൽക്കരുത്. ഇല്ല. അതാണ് എന്റെ പിന്നാരെ പിള്ള. ഇങ്ങോട്ട് മക്കളെ ഒരു കാര്യം ചെയ്യും, നമുക്ക് പോണം. ആ മക്കളെ ഇത് മതി. ഇത് സൂപ്പർ ഡ്രസ്. ഇത് മതി. അച്ഛൻ അകത്ത് പോയിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരനായിട്ട് വരാം കേട്ടോ. സമയമില്ല, പെട്ടെന്ന് പോയിട്ട് വാ. മക്കളെ മാമന്റെ പുറത്ത് വരുന്ന ആന കളിച്ചോ. ഡ്രസ് ചെയ്തിട്ട് വരാം. ഇങ്ങോട്ട് കയറി ആന കളിക്കും. എന്റെ പെണ്ണെ സുന്ദരി പെണ്ണെ കെട്ടും ഞാൻ, നിന്റെ ഷട്ടിലെ ബട്ടൺ ആയിക്കോട്ടെ ഞാൻ. തെലുങ്ക് സിനിമയിലെ മലയാളം പാട്ടൊക്കെ എന്ത് രസം. ഹേയ് മാമ. മാമ നിന്റെ ആണോ? നിന്റെ മാമേ മുടിയില്ലെന്നേ ഉള്ളൂ. നിന്നെ കണ്ടി 2 വയസ്സിന് ഇളയതാണ് ഞാൻ. മാമ അവന്റെ. ശരി ബ്രോക്കർ. ബ്രോ കോൾ മീ ബ്രോ. ബ്രോ. അതെ, ഈ പെണ്ണിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെ? 5 ഏക്കർ തെങ്ങും പുരയിടം, റോഡ് സൈഡിൽ വീട് പോരെ. ഞാൻ അതല്ല ചോദിച്ചത്. പെണ്ണിന്റെ ബാക്ക്ഗ്രൗണ്ട്. പോടാ പോടാ പോടാ. നിന്റെ അച്ഛൻ പോലും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടില്ല. പോടാ. എന്തിനാണ് ഇവിടെ ബഹളം? ഭയങ്കര തമാശ പറയാണ്. നല്ല മോൻ. അങ്ങനെയല്ലേ ഞാൻ വളർത്തിയേക്കുന്നത്. വളർത്തി വച്ചേക്കണം എന്ന് വേണം പറയാൻ. കണ്ണു വെക്കല്ലേ എന്റെ പിള്ളേ മക്കളെ. പിന്നെ ഡ്രസ്സ് മാറി വരാന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ ഡ്രസ്സ് പ്രതീക്ഷിച്ചില്ല. ഇതിട്ടോണ്ട് പോയാ പെണ്ണിറങ്ങി ഓടുന്നു. എടാ കിഴങ്ങേ, മുണ്ട് പുറത്ത് അശല് ഉണക്കായി ഇട്ടിട്ടോ സമയമായെന്ന്. ഇട്ട പൊന്ന്. ഇവനെ കൂടെ വിളിച്ചോണ്ട് പോ. ഇവനെ മാമ. മാമൻ നിന്റെ ബ്രോ. ബ്രോ. പിന്നെ പെണ്ണിന് സഹോദരിമാരെങ്കിലും ഉണ്ടോ? അതെന്തിന്? അത് കൊള്ളാൻ നോക്കിയെടുക്കേ. എടേ നീ ചാലയിൽ മീൻ വാങ്ങിക്കാൻ പോണല്ല, നല്ലതാണോ ചീഞ്ഞാണോ നോക്കിയെടുക്കുക കേട്ടല്ല. പെണ്ണ് കാണാൻ പോവുകയാണ്, മര്യാദയ്ക്ക് മിണ്ടാതെ കൂടെ വന്നോണം കേട്ടല്ല. അല്ല നമ്മളെ ഈ പെണ്ണ് കാണാൻ പോയി വലിയ ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ സ്ത്രീധനൊക്കെ ചോദിക്കുന്നത് എങ്ങനെ. എടാ അതൊക്കെ നിന്റെ അച്ഛൻ ചോദിച്ചോളും മക്കളെ. അല്ല എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണ്ടേ. ഓക്കെ, ഇപ്പൊ നീ ഉദാഹരണത്തിന് പെണ്ണ് കാണാൻ പോയെന്ന് വയ്ക്കുക. ആണല്ലോ. അതെ. അപ്പോൾ നിന്റെ മനസ്സിൽ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന്റെ ഇരട്ടിയായിട്ട് വേണം നീ ചോദിക്കാൻ. മനസ്സിലായില്ല. ഉദാഹരണത്തിന് നിനക്ക് മാരുതി 800 വേണമെന്നുണ്ടെങ്കിൽ നീ 800 വേണമെന്ന് പറയരുത്. ഓടി വേണമെന്ന് ചോദിക്കണം. അപ്പൊ അവർ ഓടിപ്പോയി 800 വാങ്ങിച്ചിട്ട്. എടാ നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാലേ കുരുവോളെങ്കിലും കിട്ടും. അപ്പൊ എനിക്ക് പെണ്ണിന്റെ അമ്മയെ കെട്ടിച്ചേരാൻ പറയാം. അങ്ങനെയാണെങ്കിൽ പെണ്ണിനേലും കിട്ടുമല്ലോ. മേലാൻ്റെ സംസാരിച്ചു പോലും കേട്ടോ. ഈ നെഗറ്റീവിനെ കൊണ്ടുപോകണ്ട. അയ്യോ എന്റെ പിള്ളേരെ നെഗറ്റീവാണ്. നീ വേണമെങ്കിൽ പറഞ്ഞോളാ. എന്റെ പിള്ളേരെ ഞാൻ കൊടുത്തു. മക്കളെ പിന്നെ പോകുന്നതിന് മുമ്പ് രണ്ടുപേരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കാര്യം മനസ്സിൽ വെച്ചേക്കണം. നീ പണ കേക്കട്ടെ. അവിടെ ചെല്ലുമ്പോൾ ആ വീട്ടുകാർ ഞങ്ങളോട് ചോദിക്കും പയ്യൻ കുടിക്കുവോ വലിക്കുവോ എന്നൊക്കെ. പക്ഷെ നിങ്ങൾ എന്ത് ചോദിച്ചാലും പറയുന്ന ഉത്തരത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. കുടിക്കില്ല വലിക്കില്ല എന്ന് തന്നെ പറയണം. വലിക്കുമെന്നെങ്ങാനും ബ്രോക്കർ പറഞ്ഞ് ഞങ്ങൾ വലിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെ പറയരുത്. അവരഥവാ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? പാറയപ്പള്ളിയിൽ ധ്യാനത്തിന് പോയെന്ന് പറയും.
എടാ നിന്ന് ദൃശ്യം കളിക്കാതെ വാടാ ഇങ്ങോട്ട്. അത് നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് എങ്ങോട്ട്? എന്തായാലും പോവാം. വാ, അങ്ങോട്ട് പോവാം. അയ്യോ തറയിലിരിടാ, തറയിലിരി. ഇത് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിലാണ് ഞാനിവിടെ പാട്ട് പഠിപ്പിക്കുന്നത്. ഗുരുകുല സമ്പ്രദായ വിദ്യാഭ്യാസം എന്നാൽ ഗുരുവിന്റെ പാഠത്തെ കൊല അടിച്ചുകൊണ്ട് പോയി ആഭാസം നടത്തണമെന്നല്ല. അല്ല, ഗുരുവിന്റെ കുലത്തിൽ, അതായത് വീട്ടിൽ വന്ന് അന്തസ്സായിട്ട് ഇവിടെ ഒരു പെൺകുട്ടി ഉള്ളതാണ്, കയ്യും കല്ലൊന്നും കാണിക്കാതെ മിണ്ടാതെ പഠിച്ചിട്ട് പോകണം. ഓക്കെ, മനസ്സിലായ? അപ്പൊ സംഗീതത്തിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സപ്തസ്വരങ്ങളാണ്. ഓക്കെ, സപ്തസ്വരങ്ങൾ എത്ര എണ്ണം ഉണ്ട്? സപ്തസ്വരങ്ങള് 80. 80? മോനെ, 80 എണ്ണത്തിൽ നമുക്ക് 73 എണ്ണം വേണ്ട, നമുക്ക് ബാക്കിയുള്ളത് മതി. എത്ര എണ്ണം വരും? 73. ഇവിടെ 80 നിന്ന് 73 കുറച്ച് എത്ര വരും ഇവിടെ? അയ്യോ മാഷേ, ഞാൻ കണക്കിൽ വീക്കാണ്, എനിക്ക് അത്ര പോരാ. കണക്കൂടെ പൈപ്പിച്ച് തരാടാ. എടാ 7, സപ്തം എന്ന് പറഞ്ഞാൽ 7 സ്വരങ്ങൾ. 7 സ്വരങ്ങളും തഴുകി വരുന്ന ഒരു രാഗം, അത് രാഗത്തിന്റെ കാര്യം. ഇവിടെ നമുക്ക് രാഗം വേണ്ട, ഇവിടെ നമ്മൾ സ്വരങ്ങളാണ് ആദ്യം പഠിക്കാൻ പോകുമ്പോൾ. ആ സ്വരങ്ങൾ നോട്ട് ചെയ്തെടുത്തോ. സദനി സദനി സരിഗമ പദനി നീ ഫീസ് കൊണ്ടുവന്നായിരുന്നു? ഇല്ല. അടുത്ത ക്ലാസ്സിൽ ഫീസും കൊണ്ടേ വരാവൂ. ഓ ഓക്കെ, സ്വരങ്ങൾ നോട്ട് ചെയ്തോ. ശരി മാഷ്. പട്ടി വായി നോക്കല്ലെന്ന് ഞാൻ പറഞ്ഞില്ലടാ, സ്വരങ്ങൾ എഴുതിയിട്. മാമന്റെ കല്യാണം കഴിഞ്ഞാടാ? അത് കഴിഞ്ഞല്ല, കഴിഞ്ഞ ദിവസം വരുന്നു. അയ്യോ, ലെറ്റർ ഇവിടെ കൊണ്ടിട്ടിരുന്നു ചേട്ടാ, ഒരു സദ്യ മിസ്സായി. നിന്റെ മാമന്റെ കഴിഞ്ഞാടാ? കുഴപ്പമില്ല. അപ്പൊ ഇതാണ് സ്വരങ്ങൾ. അപ്പൊ എഴുതിയെടുത്തോണ്ട് പോയി റിഹേഴ്സൽ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ആഴ്ച വന്ന് പാടണം. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? മാഷേ, ഒരു ഡൗട്ട് ഉണ്ട്. ഈ മഴ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏത് രാഗമാണ് പാടേണ്ടത്? മഴ വരാൻ വേണ്ടി രാഗം, ആ. മഴ വരാൻ വേണ്ടി അമൃതവർഷിണി പാടിയ മഴ വരും. അങ്ങനെയാണെങ്കിലേ ഓ, ഈ മാഷ് പാടുമ്പോഴേ ഈ സ്റ്റേജിലോട്ടെ ഈ മുട്ടയും ചീഞ്ഞ തക്കാളിയൊക്കെ വരാൻ വേണ്ടി ഏത് രാഗം പാടണം? പന്ത് വരാളി രാഗം പാടിയാൽ മുട്ട, തക്കാളി, കല്ല്, ചെരുപ്പ് തടിയും കൊണ്ട് വല്ല കൂലിപ്പണിക്കും പോടാ. നമസ്കാരം വന്നേക്കണ്. നമസ്കാരം മാഷേ. അല്പം താമസിച്ചു പോയി. കുഴപ്പമില്ല, ഉച്ച കഴിഞ്ഞ് വന്നോണ്ട് 3 ഊണ് ലാഭം. ഊണില്ല, എപ്പോഴേ കഴിഞ്ഞ്. ഇതാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ. ഓ, വീടത്ര പോരാ കേട്ടോ. നമ്മളെ പുകയടിച്ച വീടിനെക്കാട്ടും കൊള്ളാം. നമസ്കാരം. എളിമ. ഞാൻ എന്നാ പിന്നെ എനിക്ക് വാങ്ങിച്ചോ. അച്ഛൻ ഇതൊക്കെ ഒരു ശീലമായി പോയി, അതുകൊണ്ടാണ്. അല്ല, അച്ഛൻ അനുഗ്രഹിച്ചാലും എല്ലാ അനുഗ്രഹം ഉണ്ടാവും. മകളെ പാപ്പലു, എന്താ മകളെ ഞാൻ എന്ത് നടുവൊന്ന് വെട്ടിപ്പിടിച്ച് ഒന്ന് നേരെ നിർത്തി. ഇയാത്ത പട്ടി കയ്യാലെ കയറാൻ പോണോ? ഓക്കെ ഓക്കെ, എല്ലാം സോൾവായി. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. പാല് അത് ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കുകയാണ്. ആരത്? അതാ, അത് നമ്മുടെ ഇവിടുത്തെ 2 ചെറുപ്പക്കാരാണ്, നാട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന. അല്ല, ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല. നമ്മൾ എവിടെ പെണ്ണ് കാണാൻ പോലും ഇതുപോലെ 2 എണ്ണം കാണും മറ്റേ കല്യാണം മുടക്കാൻ വേണ്ടി. നമ്മുടെ മൈക്ക് സെറ്റൊക്കെ വാടക എടുത്തോണ്ട് വന്നിരിക്കുകയാണ്. ഇതുപോലെ അല്ലേ, അവർ നല്ല സൽഗുണ സമ്പന്നന്മാരായ ചെറുപ്പക്കാരാണ്. എല്ലാ സോഷ്യൽ ആക്ടിവിറ്റീസും ഉണ്ട് അവർക്ക്. അവരെ ഗുണങ്ങളെ പറ്റി തന്നെ ഇത്ര നേരം പുലമ്പിക്കൊണ്ടിരുന്നത് ഞാൻ. അങ്ങനെ നിങ്ങളെ ആയിരിക്കും നാളെ അറിയോ? കണ്ണാടിച്ചാ ആ, നെൽസൺ, എനിക്കറിയാം. അണ്ണാ നമസ്കാരം. ഒരുമിച്ച് പഠിച്ചതാ നെൽസൺ മാറ്റാ പുള്ളിയുടെ അച്ഛനുമായിട്ട്. നാട്ടില് പെരിയ കൗണ്ടറാണ് പുള്ളിയുടെ അച്ഛൻ. പുള്ളി സ്കിറ്റിൽ നല്ല കൗണ്ടറാണ്. പക്ഷെ ഇപ്പുറത്തിരിക്കുന്ന ആള് അറിയോ? ഈ ഉല്ലാസിലുള്ള പന്തളമല്ലേ? അല്ല, പന്തളത്തുള്ള ഉല്ലാസം. സോറി, എനിക്ക് അറിഞ്ഞു കേട്ടോ, ആളും മാറിപ്പോയി. കാരണം നമ്മളെ പരിചയത്തിലൊരു പേരുണ്ട് ഉല്ലാസിലുള്ള പന്തളം, അറിയോ? അറിഞ്ഞു, അതാണ്. അല്ല, നമ്മൾ പരിചയമില്ലാത്തവരെ നമ്മൾ സംസാരിച്ച് വെറുതെ സമയം കളയണ്ട, നമുക്ക് ഇരിക്കാം. പെണ്ണെ വിളിക്കാൻ പറ. നിന്റെ മൂഡ് ആദ്യം ആ സീറ്റിലൊന്ന് ഉറപ്പിയില്ല, എന്നിട്ട് പെണ്ണിനെ വിളിച്ച. അതെ, അച്ഛൻ നല്ല പരിഷ്കാരിയാണല്ലേ? പരിഷ്കാരിയൊന്നും അതുകൊണ്ടല്ല, ഈ കോട്ട ഒരു കഴിഞ്ഞാൽ 10 ചുമയും നല്ല വിറയലും പനിയാണ്. അപ്പൊ യാത്രയൊക്കെ സുഖമായിരുന്നു? യാത്രയൊക്കെ വളരെയധികം സുഖം. എങ്ങനെ സുഖം? 70 ചാല് ചാടി വന്ന ഭയങ്കര സുഖം. ഈ കാട്ടിന്റെ ഇടയിൽ വീടും കൊണ്ട് വെച്ചിട്ട്. അയ്യോ, ബുദ്ധിമുട്ടായ വിവരമില്ലാത്ത പയ്യനാണ്. കാരണം ഇവരൊക്കെ ശരീരമാണെങ്കിൽ ഇന്നേരം ജോലി ചെയ്തിട്ടില്ല. അതൊക്കെ പണ്ട് ഞാൻ 70 അല്ല 700 ചാല് വേണമെങ്കിൽ ഞാൻ ചാടി കിടക്കും. ഇപ്പോഴും അതിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. കറക്റ്റാണ്, ആരോഗ്യത്തിന് ഒരു കുറവില്ല. ഫസ്റ്റ് ചാല് ചാടിയപ്പോൾ തന്നെ മൂക്കും കുത്തി താഴെ വീണ് കാലൊക്കെ മുറിഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ പിള്ളേരെയൊക്കെ പാട്ട് പഠിപ്പിച്ചാണ് ഞാൻ
ജീവിക്കുന്നത്. ആണല്ലോ, ആണല്ലോ. ഞാൻ സംഗീത സാറാണ്. ഓ, ഓക്കേ, ഓക്കേ. നിങ്ങൾക്ക് എന്താണ് ജോലി? ഞാൻ ഈ കളയ ബിസിനസ്. എന്തിന്റെ ബിസിനസ്? അതെ, അത് ഞാനല്ലേ പറയേണ്ടത്? എന്നാ അച്ഛൻ പറ. കാശിറക്കുന്നത് ഞാനാണല്ലോ. ആ. ബിസിനസ്. എന്തിന്റെ ബിസിനസ്? അത് എസ്കോട്ടിംഗ് ആൻഡ് ഇൻകോട്ടിംഗ്. ഇങ്ങോട്ടിങ്ങ ഒരു വിധത്തിലാണ് കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്നത്. അടിയുന്ന JCBക്ക് തോണ്ടി കളയല്ലേ. എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ്, അതായത് കയറ്റുമതി ഇറക്കുമതി. ഓ, കയറ്റുമതി ഇറക്കുമതി. എന്തെടുത്തിട്ടാണ് ഈ കയറ്റി ഇറക്കുന്നത്? അത് വേറെ ഒന്നുമില്ല, തെങ്ങിൽ കയറ്റുമതി, അവിടെ നിന്ന് ഒരു കൊല ഇറക്കുമതി. തേങ്ങ കിട്ടാണോ? മോഷണം മോഷണം. 1500 തെങ്ങുണ്ട് നമ്മുടെ പറമ്പില്. ആ. അപ്പൊ എല്ലാ തെങ്ങിലും നമ്മളെന്തിനാ പുറത്ത് നാളെ വിളിക്കുന്നത്? അതുകൊണ്ട് ഞാൻ തന്നെ കേറും. പക്ഷെ ഇടുന്ന നാളികേരം ഉണ്ടല്ലോ, ഒരു നേരത്തെ ചമ്മന്തി അരയ്ക്കാൻ പോലെ തികയത്തില്ല. അയ്യോ, ഈ 1500 തേങ്ങ ഇട്ടിട്ട് ഒരു നാളികേരം പോലും ചമ്മന്തി അരയ്ക്കാൻ കിട്ടും. അതെന്താ അങ്ങനെ? ഈ 1500 അതിന്റെ ഓണർ കൊണ്ടുപോകും. ശ്ശേ, ഈ അപ്പൊ വല്ല തെങ്ങിലുമാണോ നിങ്ങൾ കയറി വെട്ടുന്നത്? അപ്പൊ നിങ്ങൾക്ക് ബിസിനസ് ഇല്ലേ? മോഷണമല്ലേ തൊഴിൽ? ശ്ശേ, എന്താണ് ബ്രോക്കർ ഇത്? അല്ല ഞാൻ എന്താണ് നിങ്ങളുടെ യഥാർത്ഥ ബിസിനസ് എന്താണ്? നോട്ട് ദ പോയിന്റ്. ആ, കുഷീനറ്റ്. ക്യാഷ്യൂ നട്ട്. അണ്ടിപ്പരിപ്പ് വെച്ചേടാ. അണ്ടിപ്പരിപ്പിന്റെ ഒരു business. വരുമാനമില്ല. ഇത് ആദ്യമേ പറയണ്ടേ? അണ്ടിപ്പരിപ്പ് നല്ല കച്ചവടമാണ്. എവിടെയാ ഫാക്ടറി? എവിടെയാണ്? കുണ്ടറാണ്ടി ആഫീസ്. അത് സർക്കാരിന്റെ അല്ലേ? അങ്ങനെയൊന്നും അച്ഛനങ്ങനെ വിഷയമൊന്നുമില്ല, പ്രൈവറ്റിലെ കൊടുക്കുന്നു അങ്ങനെയൊന്നുമില്ല. രാവിലെ ആണെങ്കിലും പറമ്പിൽ ഇറങ്ങി ചെറിയൊരു ചാക്കം കൊണ്ട് ഇറങ്ങും, അവിടെ അണ്ടിപ്പരിപ്പൊക്കെ വലിച്ചു വാരി കിട്ടുകൊണ്ട് നേരെ തലയെ ചുമന്ന് കൊണ്ട് വിൽക്കും. എല്ലാം അവന്റെ സൃഷ്ടിയല്ലേ, മനസ്സിലായി. അവനല്ലേ എല്ലാത്തിനും മുതലാളി. നമ്മളൊക്കെ മോഷ്ടിക്കുന്നു, അതിനെ സിംബോളിക് ആയിട്ട് പറഞ്ഞല്ലടാ മോനെ. അതാണ് ഒരുമാതിരി പണ്ട പരിപാടി കാണിച്ചോണ്ടല്ലോ ഈടിച്ച് പണ്ടപ്പെടുത്തിക്കളെ കേട്ടോ നാറി. അല്ല, ഈ മുതലാളി ആയാലുവേ ഈ തൊഴിലാളിയെ പോലെ ജീവിക്കുന്നത് അത് എനിക്ക് അത് ഭയങ്കര ശരിയാണ് കേട്ടോ. ഇഷ്ടമുള്ള അത് കാര്യമാണ്. ശരിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള ഞാന് കാര്യമാണ്. ഞാന് മുതലാളിയാണെങ്കിലും ആ, തൊഴിലാളി മുതലാളി എന്നുള്ള ഒരു വേർതിരിവ് ഇല്ല. കാലയാത്ര അതാണ് ഞാൻ പറഞ്ഞത്. പണ്ടൊക്കെ ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്ന കാലത്ത് ആ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞാൻ എരന്നിട്ടുണ്ട്. ഇപ്പോഴാ 3 നേരം ഇറക്കുന്നുണ്ട്. ഇല്ല കൊടുക്കുന്നുണ്ട് അല്ല, മറ്റുള്ളവർക്ക്. 3 നേരം എരന്ന് വരുന്ന ആൾക്കാരില്ല, അവർക്ക് വയറ് നിറച്ച് ഞാൻ കൊടുക്കാറുണ്ട്. പൊട്ടക്കളത്തിലൊക്കെ താക്കും കേട്ടാ നാറി. എന്നെയല്ലേ കളിയാക്കാൻ? ഞാൻ അച്ഛനെ നോക്കല. നീയല്ലടാ കളിയാക്കാൻ, നീയല്ലേ? നീയാ? അച്ഛനെ നീ എന്നാ? നമ്മൾ അങ്ങനെയാണ്, ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. ഇവനുണ്ടല്ലോ എന്റെ മോനുണ്ടല്ലോ, അച്ഛന്ന് വിളിച്ച ആ എവിടെ കിടക്കുന്നു, ചായ എവിടെ കിടക്കുന്നു, നമുക്ക് തിരിഞ്ഞെടുക്കാൻ പറ്റൂല. കാരണം അതിന്റെ ഇടയ്ക്ക് ഒരുപാട് വാക്കുകൾ അവൻ ചേർക്കും. അല്ല, ബ്രോക്കർ പറഞ്ഞു ഇവിടെ എന്റെ ഭാര്യ നമ്മളെ നേരത്തെ വിട്ട് പോയതിനു ശേഷം ഞാനാണ് മോളെ പഠിപ്പിച്ചതും വലുതാക്കിയതും. അപ്പൊ ഒരു അച്ഛന്റെ ബുദ്ധിമുട്ട്, അവിടെയും അമ്മ ഇല്ലാതെ മോനെ കൊഞ്ചിച്ച് വളർത്തിയെന്ന് മനസ്സിലായി. അത്രയ്ക്ക് ലാളിച്ചാണ് വളർത്തിയല്ലേ? ചെറുപ്പത്തിലെ ഇവന് അമ്മയില്ലായിരുന്നല്ലോ. അതെ. അതിനുശേഷം ഞാൻ അവനെ ഒരുപാട് കൊഞ്ചിച്ചാണ് വളർത്തിയത്. സത്യം പറയാലോ, ആ, യവൻ എന്റെ മകനാണെങ്കിലും ആ, സത്യം പറഞ്ഞ എന്റെ മകനല്ല. സത്യം പറ, എന്റെ അച്ഛൻ ആരാണെന്ന് പറ. എന്താടാ എന്റെ അച്ഛനാണെന്ന് പറ. എന്താടാ നിനക്ക്? നീ മിണ്ടരുത്. എനിക്കെല്ലാം അറിയാം. ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് ആയിരുന്നു എന്റെ അച്ഛൻ, വ്യവസായ പ്രമുഖൻ. അച്ഛന്റെ സ്വത്തുക്കളും കോടിക്കണക്കിനുള്ള രൂപയും കണ്ട് ഇവൻ ഒരു സഹായിയായിട്ട് കൂടി എന്റെ അച്ഛനെ വഞ്ചിക്കാൻ, ചതിക്കാനായി. എന്നിട്ട് ഇവന്റെ ശ്രദ്ധ എന്റെ അച്ഛന്റെ സ്വത്തിൽ മാത്രമായിരുന്നില്ല, എന്റെ സുന്ദരിയായ അമ്മയുടെ പുറത്തുമായിരുന്നു. ഇവൻ ആഗ്രഹിച്ചു, മോഹിച്ചു, പല കാര്യങ്ങൾ പറഞ്ഞ് പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മ വഴങ്ങിയില്ല. അതുകൊണ്ട് ഇവൻ ഒരു കാര്യം ചെയ്തു, നൈസിന് ഒരു കാറപകടം വരുത്തി തീർത്തു. നീ മെനഞ്ഞെടുത്തു. ആ കാറപകടത്തിൽ എന്റെ അച്ഛൻ മരിച്ചു, ദാരുണമായ അന്ത്യം. എന്നിട്ട് എന്റെ അമ്മയെ നീ സ്വന്തമാക്കിയതിനു ശേഷം ആ സ്വത്തുക്കളുടെ കാര്യത്തിന് വേണ്ടി നീ അമ്മയുമായി മൽപ്പിടുത്തം നടത്തി. അർദ്ധരാത്രി ആരും അറിയാതെ എന്റെ അമ്മയെ നീ ചവിട്ടിക്കൊന്നില്ലേ? സത്യം പറ, എന്റെ അച്ഛനെ നീ കൊന്നില്ല. വെളുക്കുന്നവരെ കണ്ട തെലുങ്ക് സിനിമയും കണ്ടിട്ട് അതിന്റെ കഥയും പറഞ്ഞ് എന്റെ മണ്ട കയറാൻ വരുന്നാടാ. എടാ കിഴങ്ങേ, ഞാൻ പറഞ്ഞ മനസ്സിലായി. എന്താന്ന് പറഞ്ഞ നിനക്ക് മനസ്സിലായ? നീ എന്റെ മകനാണ്, നിന്റെ തള്ളയുടെ സ്വഭാവം നിനക്ക് കിട്ടിയെന്നാണ് മനസ്സിലായത്. പറഞ്ഞു മനസ്സിലായടാ? എന്തോന്ന് ചെറുക്കണ കിഴങ്ങായി. എങ്ങോട്ട് വേണം? നിങ്ങൾ രാത്രി ഏത് സിനിമയുടെ കണ്ടത്? ചപ്പണ്ടി സൂര്യ, ലേതണ്ടി ഇന്ത്യ. എന്ന് വെച്ചോ, എന്റെ പേര് സൂര്യ, എന്റെ നാട് ഇന്ത്യ. ഇന്ത്യ നീ കാണൂ. അല്ലു അർജുൻ, എന്റെ പൊന്നു കുല്ലു അർജുൻ അവിടെ ഇരിയടാ. ഈ പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാം. ചിങ്ങം ഒന്നിനെ തന്നെ നമുക്ക് എടുപിടിയുന്ന ഈ കാര്യം അങ്ങ് നടത്താം. ഇത്രയും പെട്ടെന്ന് നടത്തി അത്രയും നല്ലത്. അതന്നെ ഞാൻ ബ്രോക്കറിന്റെ വിളിച്ചപ്പോഴേ പറഞ്ഞു, ചിങ്ങം 1 മറക്കരുത്. ചിങ്ങം 1 തന്നെ നടത്തണം. അപ്പം നമുക്ക് ആ ചടങ്ങ് അങ്ങോട്ട് നടത്താം. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം, പെണ്ണ് മിണ്ടൂല.
മില്ലൂല് എടാ മൗനവ്രതോന്ന്. നല്ല ചെറുക്കനെ കിട്ടാൻ വേണ്ടി ഇന്ന് വ്രതം എടുത്തേക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല ഇന്ന് വ്രതം എടുത്തു, പക്ഷെ കെട്ടിക്കഴിഞ്ഞ ഡെയിലി വ്രതം ഒന്ന് പറയല്ലേ. അതൊക്കെ ഞാനങ്ങ് മാനേജ് ചെയ്യൂലേ. ഇല്ലല്ല അങ്ങനെ. നീ എന്തിനു മാനേജ് ചെയ്യണേ? ഒരു രസം. സെപ്പറേറ്റ് ആയി മാറേണ്ടിയിരിക്കുന്നു. ഓ ഞാൻ അങ്ങ് ഒഴിഞ്ഞു തരാം. അതാണ് നിനക്ക് നല്ലത്. ഓ അപ്പൊ നമുക്ക് ആ ചടങ്ങ് അങ്ങ് നടത്താം. ചടങ്ങ് നടക്കാം. അതാണ് മോള്. എവിടെ നോക്കട്ടെ? ഞാൻ നോക്കട്ടെ. അരെ, എനിക്ക് പകുതിയെ കാണാൻ പറ്റുന്നുള്ളൂ. എന്റെ പെടലി ഉളുക്കും. അല്ല, excitement. പതുക്കെ നോക്ക്, പതുക്കെ. എന്തോടെ നിന്നെ കല്യാണം കഴിച്ചിട്ട് എന്തൊരു ഭാഗ്യം. ഇതാണ് മോള്. പേരെന്തോന്ന്? അശ്വതി. നാളല്ലേ ചോദിച്ചത് പേര്? പേര് നാളെ ഒന്ന് തന്നെ അശ്വതി. ഓഹോ. അച്ചു. അല്ല, ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. മോളൊന്നും മറുപടി പറയൂലെങ്കിലും. ഡേയ്, എവിടെ പോണേ? മുതിർന്നവർ ഇവിടെ നിൽപ്പുണ്ടല്ലോ, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ഓ ഇവിടെ നില്ല് കേട്ടോ. സംസാരി. വീട്ടിൽ കണ്ടതുപോലെയല്ല നീ ഇവിടെ വന്നപ്പോൾ മറ്റും പാപം മാറുന്നുണ്ട് കേട്ടോ. ഒന്ന് വിളിച്ചേ. നൈസ് വേഗം അവിടെ ഇരുന്നു. അല്ല, അച്ഛൻ സംസാരിക്കട്ടെ, അച്ഛൻ സംസാരിക്കട്ടെ. പറഞ്ഞത് മൗനവ്രതത്തിലാണെന്നറിയാം, എന്നാലും ചോദിക്കുക, പോരുന്നോ കൂടെ? ഒന്നാം തീയതി നടത്തണം നമുക്ക്. വേറെ മാറ്റമില്ല. ഓക്കെ, വരുന്നു കേട്ടോ, നമുക്ക് കാണാം. സംസാരിച്ചു. എങ്ങനെയുണ്ട് സംസാരിച്ചാ? സംസാരിച്ചടാ. ഓക്കെ ആണോ? അവൾക്ക് പരിപൂർണ സമ്മതം. എന്നാ പിന്നെ ഞാനും കൂടെ സംസാരിച്ചാലോ? നീ സംസാരിക്കണ? ഓ ചെറുത് നമ്മളൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് ഒന്നാം തീയതി തന്നെ നടത്തണം. കേട്ടോ, എന്നാ പോയി. വേറെ ഒന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ വേറെ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടാ. നന്നായി. അല്ല, മോനെ സംസാരിക്കണം. മക്കളെ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. മോൻ്റെ അനുഗ്രഹം വേണം. ഒന്നാം തീയതി നടത്താം നമുക്ക്. ഓക്കെ ആണെങ്കിൽ. ഓ, ഇത്രയായ സ്ഥിതിക്ക് ചോദിക്കുന്നു. ആണോ പ്ലീസ് ഒന്നാണോ? ആദ്യമായിട്ടാണ് അറിയിക്കുന്നത്, വേറെ ഒന്നും തോന്നില്ല. ഇത്രയായ സ്ഥിതിക്ക് ഒന്നും ചോദിക്കുന്നത് ശരിയല്ലെന്ന് അറിയാം. എന്നാലും എന്നെ ഇഷ്ടമാണോ എന്ന് മൗനം സമ്മതമായി എടുത്തോട്ടെ. മക്കളെ എന്താ ആട്ടം കാണാൻ ഇവിടെ ഒരു പുല്ലനും ഇല്ല. ചെല്ലടാ അങ്ങോട്ട് ചെല്ല്. ഒന്നര അനുഗ്രഹം കാലവി അനുഗ്രഹം വാങ്ങിയടാ. ഇപ്പോഴത്തെ ഓരോ ആചാരങ്ങൾ, ഒരു പെണ്ണിനെ കെട്ടണമെങ്കിൽ ചെറുക്കൻ അനുഗ്രഹം മേടിക്കണം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി മുതൽ അതാണ് നിന്റെ അമ്മ. നല്ല രീതിയിൽ അനുഗ്രഹം വാങ്ങിയടാ. ചെറുക്കൻ വാങ്ങിയടാ. അമ്മയുടെ അനുഗ്രഹം വാങ്ങിയടാ. നീ അല്ല അമ്മ വേണം, അമ്മ വേണമെന്ന് പറഞ്ഞത്. നല്ല സുന്ദരി കുടുക്ക അമ്മ അല്ലടാ തന്ന വെച്ചേ. അല്ല നല്ല പൊട്ടുപോലെ ഇരിക്കണം അമ്മ. എടാ കൊരങ്ങൾ, എടാ മൂന്നാമറുള്ള കമലാസക്കാരൻ എന്താന്ന് വെച്ചാൽ പറയടാ അങ്ങോട്ട്. അല്ല, എന്നെ കുരങ്ങ് കളിപ്പിക്കായിരുന്നല്ലേ? അത് പ്രത്യേകിച്ച് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. മര്യാദക്ക് ഞാൻ മ്യൂസിയത്തിൽ കുരങ്ങനെ കാണാൻ പോകേണ്ടത് തന്നെ വേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ടിരുത്തിയ നിങ്ങളെ പെണ്ണാണ് ചടങ്ങിനായിരുന്നല്ലേ? പിന്നെ നിനക്കെന്ന് വിചാരിച്ച അയ്യാ ഇത്ര നേരം ഇവിടെ പെണ്ണിനെ വിളി പെണ്ണിനെ. അപ്പൊ ഈ ചെറുക്കനായിട്ട് ജീവിക്കാറുന്നല്ലടാ കിഴങ്ങ. അങ്ങനെ നടക്കൂലടാ. എന്റെ പ്രായപൂർത്തിയായി ഞാൻ നിൽക്കുമ്പോ ഈ 70 വയസ്സായ കിളവനെ കേട്ട ഞാൻ സമ്മതിക്കോ? ഞാൻ ഷഷ്ടി പൂർത്തിയായി നിൽക്കുകയല്ലേ. പൂർത്തിയായി ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ മോളെ പ്രായമില്ല കളവാത്. അതുകൊണ്ടല്ലേടാ നിനക്ക് ചെറിയ മാറ്റമെങ്കിലും നിനക്ക് വിളിച്ചുകൂടി ഓളെ പ്രായമാകുമ്പോ. വേണ്ട, ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇത് ഞാൻ സമ്മതിക്കില്ല. മക്കളെ കേട്ട സമ്മതിക്കില്ലേ? മക്കളെ കേട്ട സമ്മതിക്കില്ല. പാപ്പലു ഓ കുട്ടപ്പ എന്ത് ഇങ്ങോട്ട് നോക്ക്. അച്ഛന്റെ മന്ദിരം തൊട്ട് നോക്ക്. എന്നുവെച്ചാ നിനക്കൊരു അമ്മ വാങ്ങിച്ചെന്ന് ഭയങ്കര തെറ്റായി പോയില്ലടാ. നിങ്ങൾക്കൊരു മരുമോളെ ഞാൻ വാങ്ങിച്ചു തരാം. മരുമോളെ തരാം. ആ അമ്മയുടെ അനുഗ്രഹം കൂടെ കിട്ടിയിട്ട് നിനക്ക് നല്ലൊരു മരുമോളെ ഞാൻ കൊണ്ടുവരാം. അങ്ങനെ ഇപ്പം വേണ്ട. ഇത് സമ്മതിക്കില്ല. സമ്മതിക്കില്ല. അല്ല ബ്രോക്കറെ ഇങ്ങ് വാ. എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, ഇത് തന്തയ്ക്കാണോ മോനാണോ പെണ്ണിനെ കാണിക്കാൻ വേണ്ടി? നിനക്ക് എത്ര നാണോണ്ടാ? എന്റെ മോളെ ഇവിടെ എടാ കൊച്ചിനെ നോക്കടാ, മുഖത്ത് നോക്കടാ. ഈ മുതുക്ക് കെണ്ടൊക്കെയാടാ കെട്ടിച്ചു കൊടുക്കുക. മുതുക്ക് കിളവനാടാ കെട്ടിച്ചു കൊടുക്കുക. പറ്റൂല. ഹലോ
ഞാൻ യോഗ പരിശീലനം യോഗ നിന്റെ യോഗ ഞാൻ ഇന്ന് നിർത്തും. നിനക്ക് ആ യോഗം ഇല്ല ഇനി. നല്ല പവറാണെന്ന് പറ ഇടിച്ച് കയറി. അയാളെ എനിക്ക് നല്ല യോഗം പവറാണെടാ. അയാളെ യോഗം ഇത് ഡേയ്, നിനക്ക് അവളെ കെട്ടാൻ പറ്റുമോ? എനിക്ക് ഞാൻ കേട്ടാം. നിനക്ക് കെട്ടാൻ പറ്റുമെങ്കിൽ ഞാൻ ഇപ്പൊ ഒന്നാം തീയതി നടത്താം. ഇതിനെന്തായാലും കൊടുക്കാൻ പറ്റൂല. ഈ പരിപാടി ഈ വീട്ടിൽ നടക്കൂല. നിങ്ങളുടെ അവിടെയൊക്കെ അച്ഛനും മോനും ഫ്രണ്ട്സ് ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല. ആ അങ്ങനെ പറഞ്ഞോട് മാമ കേട്ടല്ല. ഞാൻ തന്നെ കെട്ടു ആ പെണ്ണിനെ. നീ ഒട്ടും ഞാൻ നിങ്ങളെ വെട്ടും. എന്നെ വെറുതെ നീ പെരുന്തച്ഛനാക്കരുത്. ഇത് പെരുന്തച്ഛനല്ല, പെരുത്തച്ഛനാണ്, പെരുത്തച്ഛൻ. മക്കളെ നീ ഒന്ന് ആലോചിച്ച് നോക്കടാ. നിന്റെ തള്ള മരിച്ചിട്ട് എത്ര കാലമായി? എനിക്കില്ലടാ വികാരം വിചാരമൊക്കെ. നിങ്ങളെ വികാരം ഞാൻ തീർത്തു തരാം. എന്നാ നിന്നെ ദൈവം അനുഗ്രഹിക്കും. ഇങ്ങോട്ട് വാ. അച്ഛന്റെ ആഗ്രഹം സാധിച്ചിരുന്ന എന്റെ പുന്നാരമോ ഈ മക്കളെ. കളോ, പോളോ. ഞാൻ പെണ്ണിട്ട് തയ്യാറാണ്. നീ കെട്ടെന്ന് അയ്യാ ഞാൻ കെട്ടാൻ തയ്യാറാണ്. അച്ഛനെ ധിക്കരിക്കരുത് നീ. നിന്നെ ഞാൻ കൊല്ലും. ഉണ്ടാകുന്നു ഇവിടെ ഞാൻ തീരുമാനിക്കും. നടത്തിക്കോ? ഒന്നാം തീയതി ആണെങ്കിൽ ഈ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കും. ഒന്നാം തീയതി കെട്ടാൻ പറ്റുമെങ്കിൽ കെട്ടിക്കാം. ഇല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും പെണ്ണില്ല. നിങ്ങൾ ഈ ഒന്നൊന്നും കിടന്ന് പിടിച്ചോണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കും. ആ കളവൻ നശിപ്പിക്കുന്നു. ഈ ഒന്നാം തീയതി നടന്ന് പിടിക്കണതിന്റെ കാര്യം തോന്നുന്നു. ഇവിടെ ഒന്നാം തീയതി എവളെ കെട്ടിച്ച് വിട്ടിട്ട് വേണം എനിക്കൊന്ന് കെട്ടാൻ. മാവാ നിനക്ക് സന്തോഷമായ ഹായ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞോട്ടോ. നിങ്ങൾ അനിയൻ ഇതുപോലത്തെ വേറെ പെണ്ണുങ്ങളുണ്ട്. +2 പഠിക്കുന്നാലും മതി. ആ രാധാമണി മ്യൂസിക് കിട്ടോ. അച്ഛാ നമസ്കാരം. അല്ല നന്നായിരിക്കട്ടെ. ചുളിവില് നൈസായിട്ടേ അങ്ങനെ അച്ഛനെ വിളിച്ചു, പക്ഷേ ആ, പയ്യനെ വിളിച്ചില്ല. പക്ഷേ പയ്യനത്തിന് മൂത്ത പയ്യൻ ഇവിടെ നിൽപ്പുണ്ട്. ആ ശരിയാണ്, കറക്റ്റാണ്, അത് കറക്റ്റ്. മൂത്ത പയ്യനാണ്. അപ്പൊ എന്തായാലും നൈസായിട്ട് ഞാൻ പോലും അറിയാണ്ടൊരു പെണ്ണ് കാണൽ നടന്നു. കുറെ കാലമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അല്ല അത് ആ മുഖത്തെ പെട്ടെന്ന് വരുന്ന എക്സ്പ്രഷൻ നമുക്കൊന്ന് കാണാൻ വേണ്ടി അത് നന്നായിരുന്നു അല്ലേ അശ്വതിയുടെ? അത് correct ആണ്. പെട്ടെന്ന് കുറേ കാലമായിട്ട് പെണ്ണതാണെന്ന് പറഞ്ഞ് എന്നെ അറിയോ, പെട്ടെന്ന് ഒരു expression. ഈ ഒരു എക്സ്പ്രഷൻ കാണാനുള്ള അവസരം എന്റെ ഭർത്താവിന് പോലും കിട്ടിയില്ല. പുള്ളി പോലും പെണ്ണ് കാണാൻ വന്നിട്ടില്ല. കെട്ടിയതാണല്ലേ? ഏ? കെട്ടിയതാണല്ലേ? ശ്ശേ, മിസ്സായി. ദൈവന്റെ ചീട്ട് കൊട്ടാരം തകർന്നടിച്ചു. ദീപുന് എത്ര മക്കളാണ്? എത്ര മക്കളാ? ബാച്ചിലറാണ്, ക്രോണിക് ബാച്ചിലർ. അതാണ് ചോദിച്ചത്, എത്ര മക്കളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളി സ്കിറ്റ് ആയിരുന്നു അല്ലേ? തകർത്തില്ലേ? അച്ഛനും മോനും കൂടെ പെണ്ണ് കാണാൻ പോയി പൊളിച്ചടുക്കി. ഉല്ലാസേട്ടാ തകർത്ത് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. അതിനകത്ത് അവര് പിന്നെ ദീപുവിന്റെ ക്യാരക്ടർ അതിമനോഹരമായിട്ട് ദീപു ചെയ്തു. കാരണം ഒരു അച്ഛനാണ്, എന്നാൽ ചെറുപ്പക്കാരനാണ്, മകനേക്കാൾ പ്രായം കുറഞ്ഞ മനസ്സാണ്. അത് വളരെ നന്നായിട്ട് ചെയ്തു. പിന്നെ പ്രശാന്ത് അതുപോലെ തന്നെ ഗംഭീരമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാം, ആ ക്ലൈമാക്സിൻ്റെ അവിടെ അടുത്ത് വന്നപ്പോഴുള്ളവരുടെ പ്ലേ അതിമനോഹരമായിരുന്നു, സൂപ്പറായിരുന്നു. നല്ല സ്ക്രിപ്റ്റായിരുന്നു. 3 പേരും നന്നായിട്ട് ചെയ്തു. അടിപൊളി, സൂപ്പർ. ചേട്ടാ അടിപൊളി സൂപ്പറായിരുന്നു കേട്ടോ. പറഞ്ഞ പോലെ ദീപം അടിച്ച് കലക്കി കേട്ടോ. നെടുന്തൂണായിട്ട് എന്നെ നിന്ന് സ്കിറ്റ് അടിപൊളിയായിട്ട് സൂപ്പറാക്കി. അതുപോലെ പിന്നെ പ്രശാന്തിനെ ഒരു ആ കന്നഡ സിനിമയുടെ കുറേ ഡയലോഗ് ഒരു കഥ പറഞ്ഞിട്ട് ദൈവം ഞെട്ടി. ഞാൻ തെറ്റുവോ എന്നുള്ള പേടിയായിരുന്നു. പക്ഷെ ഇടി മുഴക്കം പോലായിരുന്നു അത്. ആ ഒരു ഭാഗം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ അളിയൻ്റെ ആ ഒരു അവസാന ഭാഗമായപ്പോഴാണ് കലക്കാൻ തുടങ്ങിയത്. അച്ഛനായിരുന്നു അവസാനം ഒരു വാക്ക് ഒന്നുമില്ലാതെ പറഞ്ഞല്ലോ, ദീപിനെ നോക്കിയിട്ട് നിന്നെ കൊല്ലുമെന്ന്. വേറെ അവിടെ അപ്പീലൊന്നുമില്ല. എന്തായാലും സൂപ്പറായിരുന്നു. സ്ക്രിപ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ആ ബ്രോക്കർ ബിജു ബാഹുലേൻ, ആ ഭാഗ ഏരിയ എല്ലാം സൂപ്പറായിരുന്നു. നന്നായിട്ട് ചെയ്തിരുന്നു. അടിപൊളിയായിരുന്നു, സൂപ്പർ സ്കിറ്റ്. അപ്പൊ എന്തായാലും ഇഷ്ടമായില്ലേ എല്ലാവർക്കും? സ്കിറ്റ് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ നമുക്ക് ഇവർക്ക് കുറച്ച് സ്റ്റാറുകൾ കൊടുത്താലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എത്ര സ്റ്റാർസ് കൊടുക്കാം? 4 സ്റ്റാർസ് ആണ് ഇന്നത്തെ ഈ പെർഫോമൻസിന് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് നമുക്ക് ആ സമ്മാനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാം. നൽസേട്ടാ, അനുലാസേട്ടാ പ്ലീസ്. അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. വേദിയിലേക്ക് എത്തുന്നു കലാഭവൻ അക്ഷയ്. അക്ഷയ്, ഇപ്പൊ പേരിന്റെ കൂടെ കലാഭവൻ ഉള്ളപ്പോ തന്നെ നമുക്ക് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല എവിടെയാണ് എന്നുള്ളത് അല്ലേ? യെസ്. അപ്പൊ എത്ര നാളായി കലാഭവനില്? ഞാനിപ്പോ 1 കൊല്ലം കഴിഞ്ഞ്. 1 കൊല്ലം. വേറെന്താ ചെയ്യുന്നത്? വേറെ ഇപ്പൊ വോയിസ് പഠിക്കുവാണ്. എന്താ +2 പഠിക്കുവാണ്. +2 പഠിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ അതിന്റെ കൂടെയാണ്. അപ്പൊ ഇതുപോലെ കലോത്സവങ്ങൾക്കൊക്കെ പോകാറുണ്ടോ? കലോത്സവത്തിന് പോവാറുണ്ട്. ഞാൻ 7ാം ക്ലാസ് തൊട്ട് പോവാറില്ല. ഞാൻ തന്നെ മോണായിട്ടൊക്കെ എഴുതി അങ്ങനെ കയറി പോയത്. പിന്നെ ഓക്കെ. അപ്പൊ ഇന്ന് ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മുടെ കുറച്ച് ആക്ടേഴ്സിന്റെ വോയിസും അതുപോലെ തന്നെ നമ്മുടെ ഫീമെയിൽ വോയിസും അങ്ങനെ
കുറച്ചൊക്കെ താരങ്ങളുടെ വോയിസ് ഒക്കെ കേൾക്കാം. ഓക്കെ, കേട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ഈ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. പക്ഷേ ജാതി ഏത് മതം ഏത് ഗുരുദേവനും അറിയാൻ വേല, എനിക്കും അറിയാൻ വേല. അപ്പോൾ താങ്കൾക്ക് അറിയാമെങ്കിൽ ചങ്ങനാശ്ശേരി സുകുമാരൻ കൂടി എന്നോട് പറയുക. ഓക്കെ, ഗുഡ് ജോബ്. ഇനി അടുത്ത ആരാണ്? അടുത്ത നമുക്ക് ഫീമെയിൽ വോയിസ് ഷീലാമ്മയുടെ ശബ്ദം. ശീലാമ്മയുടെ. അയ്യോ, എൻ്റെ മാത്തുകുട്ടി ചായോ, എൻ്റെ മാത്തുകുട്ടി ചായനുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് കപ്പയും കഞ്ഞിയും വാങ്ങി തന്നാന്. ഹോ, എൻ്റെ ചേച്ചി, ഈ മാത്തുകുട്ടി ചായ നമുക്ക് പോകാം, വാ. അടുത്ത നമുക്ക് നമ്മുടെ നാണിത്തള്ള പറയുന്ന രാധാകൃഷ്ണൻ ചേട്ടൻ സ്കിറ്റിലും എല്ലാത്തിലും മികച്ച പ്രത്യേകിച്ച് ഇതുപോലത്തെ വേദികളിലൊക്കെ. അപ്പോൾ നാണിത്തള്ളയുടെ വോയിസ്. എന്താണ് മക്കളെ നിങ്ങൾക്ക് ഇരിക്കണം? എൻ്റെ വന്ന ചേട്ടാ, എൻ്റെ കൗണ്ടറൊക്കെ അടിയുന്നത് എന്തിരിപ്പാണ്. അടുത്ത നമ്മുടെ പ്രേമ സിനിമയിലെ വിനയ് ഫോർട്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രേമ സിനിമയിൽ നിന്ന് തന്നെയാണ് പുള്ളിക്കാരൻ ആ ഒരു പേരെടുത്ത് അറിഞ്ഞത്. അപ്പോൾ അതിന്റെ മുമ്പ് നമ്മുടെ BGM ഒരു വെറൈറ്റി സംഭവമാണ് കാണിക്കാൻ പോകുന്നത്. അന്ന് മൈക്ക് പിടിക്കുകയാണെങ്കിൽ അന്ന് ചെയ്യാം. ചാവ വളരെ സിമ്പിളാണ് അല്ല, ഭയങ്കര പവർഫുള്ളാണ്. മനസ്സിലായെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. എനിക്കും ശരിയായിട്ട് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ല? നിങ്ങൾക്ക് മനസ്സിലായി, ഇപ്പൊ എന്താണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. ആ ഇൻട്രോ മ്യൂസിക് പൊളിച്ചു, പ്രേമത്തിന്റെ ആ ഒരു മ്യൂസിക്. ഇനി അടുത്തത് നമുക്ക് ശശികലിംഗ. ശശികലിംഗ. മർമ്മം, കർമ്മം, ധർമ്മം, ഇവര് 3 പേരുമാണ് എൻ്റെ ഹീറോസ്. എന്നും വഴിന്ന് കിട്ടും, വാങ്ങിക്കൊണ്ട് പോകും. കിട്ടണതും കൊണ്ടുവരുമ്പോ ഉള്ളത് പിന്നെയും കിട്ടും. നമ്മുടെ ധർമ്മജന്റെ വോയിസ്. അതെനിക്ക് ഞാൻ പുതിയതായിട്ട് എടുക്കാൻ തുടങ്ങിയാണ്. നമ്മുടെ പാപ്പിച്ചാന്റെ വോയിസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാപ്പിച്ചായോ അവിടെ കച്ചവടം വെച്ചിട്ടുണ്ട്. വാട്ടവളോടെ കച്ചവടം അറിയാമല്ലോ. പാപ്പിച്ചായ കുടിച്ചിട്ടൊന്നും വരണ്ടോ പാപ്പിച്ചായ? സ്കൂളിൽ പോണോ പാപ്പിച്ചായ? ഗുഡ് വൺ, നന്നായിട്ട്. അടുത്ത നമ്മൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, നമ്മുടെ പുതിയ ഒരു താരം തന്നെയാണ്. അപ്പോൾ വിഷ്ണു ചേട്ടന്റെ വോയിസിൽ ചെയ്യാം. ഈ സിനിമാടന്മാരെ കാണാൻ എന്നാ സെറ്റപ്പ് അല്ലേ? അവരൊക്കെ കാശും സൗന്ദര്യവും, അവരൊക്കെ പേര് തന്നെ കേട്ടില്ലടാ. എന്നെ അങ്ങോട്ട് പേരല്ലേ? നിന്റെ പേരെന്താന്നാ പറഞ്ഞത്? ദാസപ്പൻ. ആവോ, ദാരിദ്ര്യം എന്റെ കുഞ്ഞാവേ. ഈ പേരിട്ട് തന്നെ അറിയാലോ. ഒരു കാലത്തും കയറി പിടിക്കാൻ പോളെന്ന് ഏറെക്കുറെ. സൂപ്പർ, ഗുഡ് ജോബ് അക്ഷയ്, നന്നായി ചെയ്തു എല്ലാം അല്ലേ? അപ്പോൾ എന്താണ് സജഷൻസ്, ഇംപ്രൂവ്മെന്റിനുള്ള സജഷൻസ്? അനുഭവസ്ഥർ പറയൂ. ഒന്നും പറയില്ല, അടിപൊളിയാണ്. ഇനി അക്ഷയ് നന്നായിട്ട് ചെയ്തു. ഇനിയിപ്പം പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് അത് തന്നെ ഇമ്പ്രൂവ് ആയിക്കോളും. പിന്നെ നിങ്ങളുടെ ശബ്ദത്തിനകത്തൊരു ശബ്ദം ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ഇതുവരെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ എനിക്ക് തോന്നിയതാണോ എന്ന് അറിയത്തില്ല. നമ്മുടെ എന്തേലും ഒന്ന് സംസാരിച്ചേ. ചെമ്പം വിനോദ് ചേട്ടന്റെ ശബ്ദമായിട്ട് എടുക്കണാണ്. അത് നല്ല സാമ്യമുണ്ട് അല്ലേ? വിനോദേട്ടന്റെ മിക്സ്ഡ് വോയിസ്, മറ്റേ ജോർജേട്ടന്റെ പൂരോ ഒരു മിക്സ്ഡ് വോയിസ്. നീ എന്തോടക്കണെന്ന് പെടക്കണേ അജോ? ഈ ജയിലെ കള്ളം മറന്നു പറഞ്ഞാ നല്ല ഇന്റർനാഷണൽ കള്ളം മറായിരിക്കും. എടാ ജോർജെ, മത്തായ പറമ്പിന്റെ അപ്പനാണെങ്കിലും അതൊക്കെ നോക്കി കണക്കുള്ള നീയൊക്കെ തന്നെയാണ്. നീയൊക്കെ ഇടണമെങ്കിലേ ഈ പറമ്പിന് മുന്നോട്ട് പോകുള്ളൂ. നീയൊക്കെ പൊരിക്കണം മക്കളെ. അടിപൊളി, കറക്റ്റ് ഒബ്സർവേഷൻ. അത് മോന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നന്നായിരുന്നു, അടിപൊളി, സൂപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ബാക്കിയെല്ലാം പുറകാലെ വരും. ചെയ്തെല്ലാം നന്നായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ ഒരു കാര്യം മാത്രം പറയാൻ, നിനക്കിപ്പോൾ തുടക്കമാണ്, നിനക്ക് ഇഷ്ടംപോലെ സമയം കിടക്കുക, ഓടിക്കാനുള്ള സമയം കിടക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അക്ഷയ്, വീണ്ടും കാണാം. വളരെ പ്രശസ്തനായ ഒരു കലാകാരനായി മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഹലോ, മനസ്സിലായില്ല? ഇല്ല. ഒന്ന് ഓർത്ത് നോക്കിയെന്ന് ഇരുത്തി മുക്കി ഓർത്താൽ അത് ശരിയാവത്തില്ല. മനസ്സിലായില്ല? ഇല്ല. എന്നെ മനസ്സിലായില്ല 1 മാസക്കാലത്തോളം. മനസ്സിലായി, എന്നിട്ടും മനസ്സിലായില്ല? ഇല്ല, മനസ്സിലാവുന്നില്ല.
ഫെർണാണ്ടസ് ഫ്രം USA. എന്തോ ഫെർണാണ്ടസ് ഫ്രം USA. ഇതെങ്ങനെ ഇങ്ങനെ വെച്ച് പറയുന്നത്? അതെ, ഫ്രണ്ടിലെ പല്ല് വെപ്പ് പോലെ അത് കടുപ്പിച്ച് പറഞ്ഞാണല്ലോ. കർട്ടൻ പൊട്ടി പൊക്കിയിട്ട് തന്നെ സ്റ്റേജ് പോലെ ആയിപ്പോ വായ. എനിക്ക് അങ്ങനെ മനസ്സിലായില്ല. ഇല്ലേ? ഒന്ന് വ്യക്തമാക്കാവോ? നിങ്ങൾ ഈ മാർച്ചില് നമ്മുടെ കൂടെ അമേരിക്കയിൽ പരിപാടിക്ക് ആ വന്നില്ലായിരുന്നു? വന്നിരുന്നു. അതെ. അപ്പൊ ഒരു മാസക്കാലത്തോളം നിന്നപ്പോ എന്റെ വീട്ടിലാണ് നിങ്ങൾ നിന്നെ. ഫെർണാണ്ടസ് ഫ്രം USA. ഇപ്പൊ സോറി കേട്ടോ. ഇപ്പോഴും മനസ്സിലായി. കാരണം ഒരുപാട് പേരെ കാണോണ്ടേ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. മനസ്സിലായി കേട്ടോ, സോറി. ഇല്ല, അച്ഛാ ഒന്ന് തിരിഞ്ഞാ ഇപ്പൊ മനസ്സിലായി. മനസ്സിലായില്ലേ? അശ്വതിക്ക് മനസ്സിലായില്ലേ? ഒരു സ്റ്റേജിലെ കോമ്പയർ ചെയ്യാൻ ഡ്രസ് ഇല്ലാത്തോണ്ട് എന്റെ പെണ്ണുമ്പിള്ളയുടെ നൈറ്റ് ഡ്രസ് ഇട്ടിട്ടല്ലേ നിങ്ങൾ കോമ്പയർ ചെയ്ത് മറന്നുപോയത്? ഇല്ലേ? അശ്വതി ഒക്കെ പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ്. ഇതെന്നാ പുറവശം മാത്രം വെളുത്തിരിക്കുന്നത്, നരച്ചിരിക്കുന്നത്? അല്ല, പുറകോശം മാത്രല്ല, മൊത്തം നിരയാ. അത് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ വീട്ടിൽ കുറച്ച് ഡൈ ഉണ്ടായിരുന്നു, അടിച്ച് ഇവിടെ വന്നപ്പോ തീർന്നു പോയി. നമുക്ക് കുറെ ഗിഫ്റ്റ് കിട്ടിയായിരുന്നല്ലോ. കുറെ ഗിഫ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നല്ലോ. അത് നമുക്ക് കിട്ടിയപ്പോ ഇദ്ദേഹത്തിന്റെ നമ്മുടെ കാറിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ കാറിൽ വെക്കാന്ന് പറഞ്ഞ് എയർപോർട്ടിൽ തിരിച്ചു എത്തിക്കാന്ന് പറഞ്ഞു. തരാതെ നമ്മളെ പറ്റിച്ച കക്ഷിയാണ്. അതിനകത്ത് സത്യാവസ്ഥ എന്നാന്നറിയാമോ? എന്താണ്? എന്റെ വീടിന്റെ വില 10 കോടി രൂപയാ. അതായത് എന്റെ എനിക്കൊരു കാറുണ്ട്. ആ കാറിന്റെ വില 6 കോടി രൂപയാണ്. അപ്പൊ ആ 6 കോടി രൂപയുടെ കാറിനകത്ത് ഇവരുടെ നിസ്സാര പൈസയുള്ള ഗിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും 5 ലക്ഷം രൂപയുടെ വില കുറഞ്ഞ ഒരു വണ്ടിയിൽ എന്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ആളുകളും കയറി വന്നു. നമുക്ക് 6 കോടി രൂപയുടെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപയുടെ വണ്ടിയിൽ വന്നവരെ നമുക്ക് മൈൻഡ് ചെയ്തിരിക്കാൻ പറ്റുമോ? ഞാനിങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ദൈവമേ നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നില്ലോ എന്ന്. ഞാൻ എന്റെ 6 കോടി രൂപയുടെ വണ്ടിയിലെ തീർച്ചയായും ഞാൻ എയർപോർട്ടിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ ഒരു നായിന്റെ മുൻ പട്ടി വട്ടം ചാടി. അമേരിക്ക എയർപോർട്ടിൽ പട്ടിയാ? പട്ടിയല്ല, ഡോഗ് വട്ടം ചാടി. എന്നിട്ട് ഡോഗ് വട്ടം ചാടി ഒരൊറ്റ ഇടിയാ. ഞാൻ നോക്കുമ്പോ അന്തരീക്ഷത്തിൽ കിടന്ന് പ്രേമനസൂർ കുട്ടിക്കാരനും മറന്നാരി ഇങ്ങനെ മറിഞ്ഞോണ്ടിരിക്കും. പട്ടിയല്ല, പട്ടി താഴെ നിന്ന് ഇവൻ എന്നെ കാണിക്കാന്ന് പറഞ്ഞ് വെള്ളേക്ക് നോക്കി വെക്കുക. എന്റെ 6 കോടി രൂപയുടെ കാറ് മറന്നോണ്ടിരിക്കുക. ഡോറൊക്കെ അങ്ങനെ തുറന്നു. ഈ ഡോറിനകത്തോടെ ഈ എന്റെ നിങ്ങൾക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ഇല്ലേ പുറത്തേക്ക് ചാടി. ഞാൻ നേരെ താഴെ ഇറങ്ങി നോക്കുമ്പോ എന്നെ പിള്ളേർ എടുത്തോണ്ട് പോകണു. അപ്പൊ പിടിച്ചു ചേർത്തല്ലോ, പ്രശ്നം ഉണ്ടാക്കണ്ടായിരുന്നോ? എന്റെ പിള്ളേർ ഗിഫ്റ്റ് എടുത്തോണ്ട് എന്റെ വീട്ടിലേക്ക് പോകണേ ഞാൻ ഇതിനോട് പിടിച്ചു നിർത്തുന്നത്. അതെ അതെ. ഞാൻ പിള്ളേരുടെ ശാശി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വിമാനം മേളിക്കടെ ഷൂ എന്നും പറഞ്ഞു അങ്ങ് പോയി. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് തരാൻ പറ്റാതെ ആയിപ്പോയി. അല്ലാണ്ട് എനിക്കിത് ആർത്തി ഉണ്ടായിട്ടോ എനിക്കങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടോ വന്നെന്താ കാര്യം പറ. അയ്യോ, അത് പറയാൻ വിട്ടു. അതെ, എന്റെ മോളുടെ കല്യാണമാണ്. സാധാരണ അമേരിക്കയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ വന്ന് എയർപോർട്ടിലേക്ക് കയറുന്ന സമയത്ത് ഇങ്ങോട്ട് കരഞ്ഞിട്ട് പറയും ജീവിതത്തിൽ നിങ്ങളെ മറക്കില്ല എന്ന്. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോൺ കൊടുക്കൂല, ആരെയും വിളിച്ചോട്ട് കിട്ടൂല. വിളിച്ച് കഴിയുമ്പോൾ ചേട്ടൻ ഷൂട്ടില്ലാന്ന് എന്നുവെച്ചാൽ പെണ്ണുമ്പിള്ളേനെ കണ്ടല്ലേ ഇവന്മാരൊക്കെ ഷൂട്ടിങ്ങിന് പോകണം. അല്ല, നിങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ നിങ്ങളെ കണ്ടിട്ട് നേരിട്ട് മക്കളെ കൊണ്ട് അനുവാദം മേടിപ്പിക്കണം, കല്യാണം ക്ഷണിക്കണം. നിങ്ങളെല്ലാവരും വന്നെ. ഞാൻ നാട്ടിൽ പറഞ്ഞു പോയി മോക്കടെ കല്യാണത്തിന് വരുന്ന അശ്വതി വന്നോട്ടോ. അപ്പൊ വരണം. അപ്പൊ അങ്ങനെ പിള്ളേര് വന്നിട്ടുണ്ട്. മോളെ കയറിവാടി. ഇതാണ് എന്റെ മോള്. ഇതാണ് എന്റെ മോള്. ഇത് ഞാൻ എന്റെ മോള് കെട്ട മോളെ പയ്യൻ. അപ്പൊ ഇതാണ് മോളും മോനും. മോരും മോളും അല്ല, മോളും മോനും മരുമോനും. എന്താ പേര്? ഫെറി. നല്ല പേര്. എന്നെ അറിയില്ലേ നിങ്ങൾ? എന്നെ അറിയില്ലേ? ഓർക്കുന്നില്ല. മനസ്സിലായില്ലേ? ഉല്ലാസം പന്തളം കൂടെ അമേരിക്ക വന്നപ്പോൾ അമേരിക്ക മുഴുവൻ കൊണ്ട് കാണിച്ച് ഞാനാ. എന്നെ മറന്നുപോയോ ഫെറിയെ? മനസ്സിലായില്ലേ? ഞാൻ അവിടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇവനാണ് എല്ലാവരും കൊണ്ട് എല്ലാം കാണിച്ചു കൊടുത്തത്. അമേരിക്കയിലുള്ള ഓരോ പുൽച്ചടിക്ക് പോലും എന്നെ അറിയാമല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ എന്നാ പുൽച്ചാടിയാണോ? അതല്ല, ഞാൻ അമേരിക്കയിൽ എത്ര സ്വീകാര്യനല്ലേ. മോടെ പേര് ആൻഡ്രിയ. എന്തോ? ആന്റിനയോ? അപ്പൊ ഇവിടെ നിന്നൊക്കെ ആന്റിന പോയിട്ട് കുറെ കാലമായി. കേബിളാണ്. ആൻഡ്രീന. ഞങ്ങൾ വീട്ടിൽ വെറോനിക്കാന്ന് വിളിക്കും. നല്ല പേര്. കല്യാണം ഓക്കെ ആയാ? എന്താ ജോലി എന്താണ്? ഞാൻ സ്വന്തമായിട്ട് 10 acres ഫാം ആണ്. 10 acres?
അമേരിക്കയിൽ അമേരിക്കയിലൊക്കെ അത് അത്രേ ഉള്ളൂ. 10 ഏക്കർ എന്നൊക്കെ പറഞ്ഞ എന്തുണ്ട് അമേരിക്കയിൽ? അമേരിക്കയിൽ 10 ഏക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? അമേരിക്കയിലെ $1, അതായത് അവിടുത്തെ 1 രൂപ ഇവിടുത്തെ 80 രൂപയാ. അപ്പൊ അവിടുത്തെ 10 ഏക്കർ ഇവിടുത്തെ എത്ര ഏക്കറാന്ന് കൂട്ടി നോക്കി. നിസാരാണോ അത്? ഓ ശരിയാ ശരിയാ. ഏർലി മോർണിംഗിൽ തന്നെ ഞാൻ എന്റെ ഫാമിലിയോട്ട് ഗോ ചെയ്യും. ഫാമിലേക്ക് പോകുമ്പോ എന്നിട്ട് എന്റെ ഹെഡ് ലൈറ്റ് എന്റെ ടൂൾസ് എടുത്തിട്ട് പയ്യൻ നൈസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പോകും. 1 മിനിറ്റ് കഴിയുമ്പോൾ വൈറ്റ് മിൽക്ക് ഡ്രോപ്സ് ആയിട്ട് ഇതിലോട്ട് വീഴും. എതിലാ വീഴുന്നത്? ചാച്ചാ എന്നാവനെ നീ വന്നേ ചാച്ചാ, ഈ കണ്ണൻ ചേട്ടയുടെ ഇംഗ്ലീഷ് എന്നതാ? കണ്ണൻ ചേട്ടയുടെ ഇംഗ്ലീഷ് എന്നെ എനിക്കറിയാൻ പാടില്ല. കണ്ണൻ ചേട്ടയുടെ ഇംഗ്ലീഷ് നിനക്കറിയാം? എനിക്കറിയില്ല പപ്പ. ദൈവമേ, ഇനിയിപ്പോ ഞാൻ കുഴപ്പമില്ല. മനസ്സിലായി. എന്നാവനെ ഒരു സംശയം കൂടെ, ഈ ഒട്ടുപാലിന്റെ ഇംഗ്ലീഷ് എന്നതാ? ഓ, ഇവൻ മനുഷ്യനെ നാട്ടിക്കും. ഒട്ടുപാലിന്റെ ഇംഗ്ലീഷ് തന്നെ അടി നമുക്കും അറിയാൻ പാടില്ല. ഒട്ടുപാലിന്റെ ഇംഗ്ലീഷ് സ്റ്റിക്കർ മിൽക്ക്. മനസ്സിലായി. ഞങ്ങളെ ക്രിസ്ത്യാനികളാണേലും ഞങ്ങളെ വളരെ ഈ എന്തിനാ ജാതകത്തിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ളവരാണ്. അത് വേണം. അങ്ങനെ ജാതകം നോക്കിയാണ് എന്റെ ആൻഡ്രിയയുടെ വിവാഹം തന്നെ ഞങ്ങൾ നടത്തുന്നത്. 10 പൊരുത്തം. അതായത് ജോത്സ്യൻ പറഞ്ഞത് മരണത്തിന് പോലും ഞങ്ങളെ വേർപെടുത്താൻ പറ്റില്ല എന്നാണ്. ഞാൻ മറ്റേ കാര്യം പറയട്ടെ പപ്പ. അമേരിക്കയിൽ ജനിച്ചുള്ളതാണ് പറയല്ല. ഈ കൊച്ചുണ്ടല്ലോ, ഇവളോട് എന്ത് കാര്യം പറഞ്ഞ അവളെ എന്നോട് ചോദിച്ചിട്ട് ഇനി വേണ്ടാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവളത് ചെയ്യില്ല. ഞാൻ പറയട്ടെ? വേണ്ട മോളെ, ഞാൻ പറഞ്ഞ എന്താ? ചില സമയത്ത് അവൾ അങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇപ്പം നിങ്ങൾ 10ൽ 10 പൊരുത്തം എന്നല്ലേ പറയുന്നത്? 10 നിങ്ങൾ വിവാഹിതരായെന്ന് വെച്ചു. വിവാഹിതരാകുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ ബ്രൂണോ അല്ലേ? രണ്ട് മനസ്സും ഒരു ശരീരവുമാണ്. അത്ര കൂട്ടാണ്. അപ്പൊ നിങ്ങൾ ഇല്ലാത്ത സമയത്ത് ഈ ബ്രൂണോ നിങ്ങളുടെ വീട്ടിൽ വന്നു, നിങ്ങളെ വൈഫുമായിട്ട് സംസാരിച്ചു, എന്നിട്ട് നമുക്ക് ബീച്ചിൽ പോകാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ ബീച്ചിലേക്ക് പോകുന്നു. എന്തായാലും ബീച്ചിൽ ചെന്നപ്പോൾ ഇവർ വെള്ളത്തിൽ കടലിലായിപ്പോയി. ആപത്തിന് കേട്ടാ, തിരമാല അകപ്പെട്ടു പോയി, കടലിൽ അകപ്പെട്ടു പോയി. ഈ വിവരം ഫെറി അറിഞ്ഞിട്ട് ഓടി അവിടെ കടപ്പുറത്ത് ആ ബീച്ചിൽ വരികയാണ്. ബീച്ച് വന്ന് നോക്കുമ്പോൾ രണ്ടുപേരും കടലിൽ ഇങ്ങനെ ഉള്ളിൽ കിടന്നിങ്ങനെ കൈയും കാലും ഇട്ട് അടിക്കുന്നു. നിങ്ങൾ ആരെ രക്ഷിക്കും? ഞാൻ രണ്ടുപേരെയും രക്ഷിക്കത്തില്ല. ഞാനില്ലാത്ത സമയത്ത് ഇവള് ബ്രൂണോയായിട്ട് ഇവളെന്തിനാണ് ബീച്ചിൽ കുളിക്കാൻ പോയത്? അവര് ചുമ്മാ ഒരു ഉദാഹരണം പറഞ്ഞതല്ലേ. അവര് എന്ത് ഉദാഹരണം പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാനില്ലാത്ത സമയത്ത് നിന്നോട് ആര് പറഞ്ഞു ഈ ബ്രൂണോയായിട്ട് ബീച്ചിൽ പോകാനായിട്ട്? ജോക്കൊന്നും അല്ല, ഇത് ജോക്കല്ല, ഇത് ജീവിതം വെച്ചാണ് ബ്രാൻഡിനെ നീ കളിച്ചിരിക്കുന്നത്. ഞാനില്ലാത്ത സമയത്ത് നീ എന്തുകൊണ്ട് നീ ബ്രൂണോയായിട്ട് നീ കടപ്പുറത്ത് പോയി മാത്രം എന്നോട് പറ. ഞാനില്ലാത്ത സമയത്ത് ഇവിടെ പോകേണ്ട കാര്യമുണ്ടോ? ഇത് ഇനി അവസാനമാണ്, അവസാനം. 10ൽ 10 പൊരുത്തം. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. കൂടുതൽ ചിരിയുമായി, കൂടുതൽ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു എപ്പിസോഡിൽ.